ചില ആളുകൾ ഈ ഫോണൊക്കെ എടുത്തോണ്ട് ഈ ചർച്ചിനകത്തുനിന്ന് ഇറങ്ങി പോകുന്നത് ഏതാണ്ട് വലിയ കാര്യത്തിന് പോകുന്ന പോലെയാ, ചുമ്മാ വിളിക്കുന്ന സ്വോത്രം. നമ്മൾ പുറത്തിറങ്ങിയിട്ട് എന്നോട് വിശേഷം പ്രത്യേകിച്ചൊന്നും ഇല്ല, പ്രാർത്ഥനയിലിരിക്കുമായിരുന്നു, എന്നാൽ പിന്നെ വിളിക്കാമേ, ഇത് പറയാനല്ല ഇറങ്ങി പോകുന്നേ, എന്നാൽ പിന്നെ ഇത് കഴിഞ്ഞിട്ടങ്ങ് പോയാൽ പോരെ. നമ്മുടെ ഭക്തികേടാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാരണം. നിങ്ങൾ മിണ്ടുന്നില്ല. കർത്താവിനേക്കാൾ ഉപരി നമ്മൾ മറ്റു പലതിനും പ്രാധാന്യത കൊടുക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഭക്തികേട്. ഒരാമേൻ പറഞ്ഞേ. ഈ ഭക്തിയെ രണ്ടു വിധത്തിലാണ് നമ്മൾ തരംതിരിച്ച് പഠിക്കേണ്ടത്. ഒന്ന് പരാഭക്തി, രണ്ട് അപാരഭക്തി. ഈ പരാഭക്തി എന്ന് പറയുന്നത് അത്യുത്തമമായ ഭക്തി. അത് ഒന്ന് ലഭിച്ചിട്ടുണ്ടാകുന്ന ഭക്തിയല്ല, അത് മുഖ്യമായ ഭക്തിയാണ്. അത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഭക്തിയാണ്. അതാ ഈ പരാഭക്തി. എന്നാൽ ഈ അപാരഭക്തി എന്ന് പറയുന്നത് അത് അപൂർണമാണ്, അത് ഔപചാരികമാണ്. ഇങ്ങനെയുള്ളവരെ സ്തോത്രം എന്തെങ്കിലും കിട്ടുക മാത്രമാണ് അവരുടെ ലക്ഷ്യം. നിങ്ങൾ ATM-ൽ കയറിയിട്ടുണ്ടോ? ATM-ൽ ഇല്ല, ATM-ൽ കയറിയിട്ടില്ല. ഉണ്ട് സ്തോത്രം. ഈ ATM-ൽ നിങ്ങൾ കയറിയിട്ട് എന്തുകൊണ്ട് വിശേഷം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ATM-ൽ ചെന്നിട്ട് കമ്പ്യൂട്ടറിനോട് സുഖമായിട്ടിരിക്കുന്നോ എന്ന് നാളിതുവരെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ATM-ൽ കയറുന്ന ഒറ്റ കാര്യത്തിന് കാശ് എടുക്കണം. ഇതുപോലെയാണ് ചിലർ ചർച്ച വരുന്നത്. കൈ പൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൈ പൊക്കി വെറുതെ നാട്ടുകാർ കാണുന്നതിന്. ആമേൻ. ഇതങ്ങ് എല്ലായിടത്തും പ്രകടമാകും കേട്ടോ. ഈ ഭക്തികേടെന്ന് പറയുന്നത് എല്ലായിടത്തും പ്രകടമാണ്. ഈ എന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം വരികയും അത് കിട്ടാതെ വരുമ്പോ പിന്നെ അങ്ങ് എഗനസ്റ്റ് ആകുകയും ചെയ്യുന്നവർ ഭക്തികേട്. പിന്നെ ചിലരുണ്ടല്ലോ, മൈക്ക് ഓഫ് ചെയ്തിട്ട് പറയാം, ലൈവിലുള്ളവര് 1 മിനിറ്റ് ഒന്ന് ക്ഷമിക്കണം, 30 സെക്കൻഡ് മതി. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് നമ്മുടെ ഇടയില്. കർത്താവ് ഉണ്ടെന്ന് പോലും അവർക്കറിയില്ല, അവനങ്ങനെ ചിന്തിക്കുന്ന പോലും ഇല്ല. പക്ഷെ മീറ്റിങ്ങിന് വരും. സ്തോത്രം. നിങ്ങൾ കണ്ടിട്ടില്ലേ ഇത്? കർത്താവിന്റെ ദാസൻ എല്ലാ ദിവസവും നിന്ന് പ്രസംഗിക്കുന്ന പീഠ. ഒരിക്കലെങ്കിലും ഇത് ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരിക്കലെങ്കിലും ഇതൊരു സ്തോത്രം പറഞ്ഞ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരിക്കലെങ്കിലും ഇത് കൈവക്കുന്ന കണ്ടിട്ടുണ്ടോ? അതുമില്ല. പക്ഷേ പ്രസംഗകൻ ഏറ്റവും അടുത്താ നിൽക്കുന്നത്. ഇതുപോലെയാണ് ചില ആളുകൾ. എല്ലാ മീറ്റിങ്ങിനും വരും, പക്ഷേ വെറുതെ ഇരിക്കാണ്. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ആമേൻ. ഇവർ ഒരു ഘട്ടം കഴിയുമ്പോൾ എന്തും ചെയ്യാമെന്ന് പറയുന്ന ഒരു ലെവലിലോട്ട് അങ്ങ് ചേഞ്ച് ആകും. അവിടെ ആ വാക്ക് കണ്ടോ? ഭക്തികെട്ട മോഹത്തെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ. ഈ ഭക്തികെട്ട മോഹം, അതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എപ്പിത്തൂമിയ. ഈ എപ്പിത്തൂമിയ എന്ന് പറയുമ്പോൾ അധമവികാരം എന്ന് വേണമെങ്കിൽ പറയാം. അധമവികാരം. ഈ എന്നോട് പെണങ്ങല്ലേ, നന്നായിട്ട് പാടും, നന്നായിട്ട് ഒക്കെ നന്നായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വേണമെങ്കിൽ ഒന്ന് പ്രസംഗിക്കാൻ കൊടുത്താൽ പ്രസംഗിക്കുകയും ചെയ്യും, പ്രാർത്ഥിക്കാൻ കൊടുത്താൽ പിന്നെ നിർത്തത്തുമില്ല, അത് വേറൊരു കാര്യം. പക്ഷേ ഈ അൺഗോഡ്ലി ലസ്റ്റ് ഉണ്ട്, ഭക്തികെട്ട മോഹങ്ങൾ, അൺഗോഡ്ലി ലസ്റ്റ്. ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നത്. അൺഗോഡ്ലി ലിസ്റ്റ്.
അതായത് ബൈബിൾ അരുതെന്ന് പറഞ്ഞത് എന്തോ അതിനുവേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹമുള്ളവർ, അൺഗോഡ്ലി ലസ്റ്റ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, ഇപ്പൊ കർത്താവിന്റെ ദാസനാകട്ടെ, പ്രസംഗിക്കാൻ നിൽക്കുന്ന ഞാനാകട്ടെ, ക്രൈസ്റ്റ് സെന്ററിലെ ഏതെങ്കിലും ഒരു ലീഡർഷിപ്പിലുള്ള ആളാകട്ടെ, ഇവിടെ നിൽക്കുന്നവർക്കും ലീഡർഷിപ്പിലുള്ളവർക്കും കർത്താവിന്റെ ദാസനെ എല്ലാം ഈ കാണുന്നതേ അറിയാൻ കഴിയത്തുള്ളൂ. പക്ഷെ ഹൃദയത്തെ അറിയുന്ന ദൈവം ഇതിനെല്ലാറ്റിനും മീതെ ഉണ്ട്. അപ്പൊ സകല അൺഗോഡ്ലി ലസ്റ്റുകളെയും എന്റെ ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം. ഞാൻ ഈ ദൈവത്തിന്റെ സർവജ്ഞാനത്തെ കുറിച്ച് പറയുമ്പം അത് മനസ്സിലാകാൻ വേണ്ടി പറയും. ഈ 136 സങ്കീർത്തനത്തില് 139 സങ്കീർത്തനത്തിൽ 4 വാക്യത്തില് ദാവീദ് പറയുന്ന ഒരു വാക്കുണ്ട്. നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ ഇല്ല. അത് വേറൊരു പരിഭാഷയ്ക്കകത്ത് എഴുതിയിരിക്കുന്നത്, ബിഫോർ ഐ ഈവൻ സ്പീക്ക് എ വേർഡ് യു നോ വാട്ട് ഐ വിൽ സേ. ഈ യോഗം കഴിഞ്ഞ് 3 മണിക്ക് ഇവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ, നിർത്താം നേരത്തെ, 3 മണിക്ക് ഇവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയോ? അറിയില്ല. ആർക്കും അറിയില്ല. എനിക്കും അറിയില്ല ഈ യോഗം കഴിയുമ്പോൾ എന്താ പറയാൻ പോകുന്നത്. പക്ഷെ ദൈവത്തിന് അറിയാവുന്ന ദാവീദ് പറയുന്നത്, നമ്മൾ എന്താണ് പറയാനിരിക്കുന്നതെന്ന്, നമ്മൾ എന്താ ചെയ്യാനിരിക്കുന്നതെന്നല്ല, നമ്മൾ എന്താണ് പറയാനിരിക്കുന്നതെന്ന് നമുക്ക് പോലും അറിയാൻ മേലാത്ത കാര്യം ദൈവത്തിന് അറിയാം. നിങ്ങൾ മിണ്ടുന്നില്ല. ഇങ്ങനെ ഒരു സർവജ്ഞാനിയായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഏത് കാര്യവും ദൈവത്തിന് അറിയാവുന്ന. അല്ല പറയുന്നത്, ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന ഹല്ലേലൂയ പരിഹാസികൾ ഉണ്ടാകും. ഇശ്മയേൽ ഒരു പരിഹാസിയായിരുന്നു. നോഹയുടെ കാലത്തെ ജനങ്ങൾ പരിഹാസികളായിരുന്നു. ഈ നോഹയുടെ കാലഘട്ടത്തിലെ ജനങ്ങൾ പരിഹാസികളായിരുന്നു എന്ന് പറയുമ്പം നമ്മുടെ ഒരു കോമൺ ബോധ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാനത് ഈ KV സൈമൺ സാറിന്റെ വേദവിഹാരം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. വേദവിഹാരം അത് ഒത്തിരി പഴയ ദേവദാസന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിലായിരിക്കും അത് കാണാൻ സാധ്യതയുള്ളൂ. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഞാൻ ഇതിങ്ങനെ കുറെ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വേദവിഹാരം. അതിനകത്തിൽ നോഹയുടെ പ്രസംഗത്തെക്കുറിച്ച് നാട്ടുകാർ പറഞ്ഞത് KV സൈമൺ സാർ എഴുതി വെച്ചിട്ടുണ്ട്. ഭോഷനാണിയാളയ്യോ തലയിൽ സ്ക്രൂ വയഞ്ഞു നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വന്നിടുമെന്ന് വിധം പൊട്ടനല്ലാതെ വാദിച്ചിടുവാനുണ്ടാകുമോ? ഉറക്കം കുറഞ്ഞത് കൊണ്ടുവന്ന കറക്കമാണിത്. പക്ഷേ എണ്ണ തേച്ചൊന്ന് 2 കുളി ഭംഗിയായി ചെയ്തിടുകിൽ ചറുപറ പറയുന്നത് കുറയും. ഭോഷനാണ് ഇയാള്. ഈ മഴയില്ലാത്ത കാലത്ത് മഴ വരുമെന്ന് പ്രസംഗിക്കുന്ന, വെള്ളം പൊങ്ങാത്ത കാലഘട്ടത്തിൽ വെള്ളം പൊങ്ങുമെന്ന് പ്രസംഗിക്കുന്ന ഇയാൾ ഭോഷനാണെന്ന്, ഇയാളുടെ തലയിൽ സ്ക്രൂ ഏഞ്ഞതാണെന്ന്, നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വന്നിടുമെന്ന് ഈ വിധം പൊട്ടനല്ലാതെ വാദിച്ചിടുവാനുണ്ടാകും. ഇയാൾ മഹാപൊട്ടനാണെന്ന്. എന്നിട്ട് പറയും ഉറക്കം കുറഞ്ഞത് കൊണ്ട് വന്ന കറക്കമാണ്, ഉറക്കം കുറഞ്ഞത് കൊണ്ട് വന്ന കറക്കമാണ് ഇതെന്ന്. അതുകൊണ്ട് എണ്ണ തേച്ച് തളം വെച്ചാൽ തലയൊന്ന് തണുക്കും, നല്ല ഉറക്കം കിട്ടും. അതോടുകൂടെ ചറുവറ പറയുന്നത് പുള്ളി നിർത്തുമെന്നാണ് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞ വേറെ എങ്ങും അങ്ങനെയൊന്നും ആ പരിഹാസത്തെ ഇത്ര ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടില്ല. അത് KV സൈമൺ സാർ എഴുതി വെച്ചിരിക്കുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇശ്മയേൽ ഒരു പരിഹാസിയാണ്. നോഹയുടെ കാലഘട്ടത്തിലെ ജനങ്ങൾ പരിഹാസികളായിരുന്നു. അതുപോലെ ഈ എൻഡ് ടൈം ചർച്ചിനോടുള്ള ബന്ധത്തിൽ അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും. ആമേൻ. ഈ വാസ്തവത്തിൽ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ നമ്മിലേക്ക് തന്നെ നോക്കണം. ആമേൻ. ഈ വാസ്തവത്തിൽ ഈ ബൈബിളിനെ വിളിച്ചിരിക്കുന്ന ഒരു പേരാണ് കണ്ണാടി. എന്താ ഇത്? കണ്ണാടി. അങ്ങനെ നമ്മൾ വായിക്കുന്നത്, കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. ഇത് കണ്ണാടിയാണ്. ആമേൻ. വരാനുള്ളതിനെ കാണാനുള്ള കണ്ണാടി. സ്തോത്രം. ഇപ്പൊ ഞാൻ എന്താണ് എന്ന് എന്നെ കാണാനുള്ള കണ്ണാടി.
നമ്മൾ നോക്കേണ്ടിടത്ത് നോക്കത്തില്ലല്ലോ. നമ്മൾ സങ്കീർത്തനത്തിലാണ് ഈ കിടന്നുരുളുന്നത്. അതുകൊണ്ട് ഈ ബൈബിൾ അടച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ സെന്റർ പാർട്ട് ഇങ്ങനെ കുത്തിക്കെട്ട് വിട്ട് മുന്നോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുകയാണ്. അതെന്താന്ന് ചോദിച്ചാൽ കുറ്റിയടിച്ച സങ്കീർത്തനം, കല്ലിട്ട സങ്കീർത്തനം, കട്ടള വെച്ച സങ്കീർത്തനം, കുഞ്ഞ് ജനിച്ച സങ്കീർത്തനം, കല്യാണം നടന്ന സങ്കീർത്തനം, ഉപവാസ പ്രാർത്ഥനയിൽ സങ്കീർത്തനം, വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥനയിൽ സങ്കീർത്തനം. എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രമെന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ സങ്കീർത്തനത്തിനകത്താണ്. ഞാനത് ചിന്തിക്കുന്നത്, സങ്കീർത്തനം നല്ലതാണ്, പക്ഷെ നമ്മളെന്താ കൂടുതൽ സങ്കീർത്തനത്തിനകത്ത് ഇങ്ങനെ ശ്രദ്ധാലുക്കളാകുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ചില വൈകാരികതകളുമായിട്ട് അതിന് ഭയങ്കര ബന്ധമുണ്ട്. എന്നെ തൊട്ടവനെ കർത്താവെ തട്ടിയേക്കണേ, ഈ ഒരു മെന്റാലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അതിനുള്ള സാധനം ഇതിനകത്തുണ്ട്. സ്വതന്ത്രം. എന്നെ തൊട്ടവനെ അവൻ്റെ മുതുകത്ത് വലിയ കല്ല് കയറ്റി വെക്കണേ കർത്താവെ, അവൻ്റെ തലയിൽ കൂടെ മനുഷ്യരെ കയറ്റി ഓടിക്കണേ. ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വലിയ വലിയ സന്തോഷമാണ്. അതുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ഒരു മെന്റാലിറ്റിയുമായിട്ട് ചില കാര്യങ്ങൾ അതിനകത്ത് കണക്റ്റഡ് ആയി കിടക്കുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറയാം, ഞാനതിനെ വിമർശിച്ചതല്ല. സങ്കീർത്തനത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാൻ എല്ലാ ആഴ്ചയിലും സങ്കീർത്തനം വായിക്കുന്ന പാസ്റ്ററാണ്. പക്ഷേ സങ്കീർത്തനം വായിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും സംഗതി കണ്ടു കഴിഞ്ഞാൽ പഴയ നിയമ പശ്ചാത്തലമാണ് അതെന്ന് ഞാൻ പറയും. സ്വതന്ത്രം. ഇത് പഴയ നിയമ പശ്ചാത്തലമാ എന്ന് പറഞ്ഞാൽ വിശ്വാസി എടുക്കണ്ട. ഹലോ, അത് ന്യായപ്രമാണത്തിലുള്ള കാര്യം, നിങ്ങൾ എടുക്കണ്ട എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, നമ്മളുടെ ഉപദേശം ലേഖനത്തിലായതുകൊണ്ട് ഇടയ്ക്ക് ഇതൊക്കെ വായിക്കണം. അപ്പൊ നമ്മളെ കാണാൻ പറ്റും. അപ്പോ വരാനിരിക്കുന്നത് നമ്മൾ കാണുന്ന കണ്ണാടി പുസ്തകമാണ്. നമ്മുടെ ജീവിതം നമ്മൾ കാണുന്ന പുസ്തകവും കണ്ണാടിയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞത് വല്ലതും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടോന്ന് ഈ കണ്ണാടിയിൽ നോക്കിയിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇതിനകത്ത് നോക്കണം ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് വല്ലതും നമ്മളിൽ ഉണ്ടെങ്കിൽ സംഗതി അപകടമാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. ഞാൻ എൻ്റെ മുഖം കണ്ണാടി നോക്കിയാൽ വേറെ ആരുടെയും മുഖമായിട്ട് കാണുമോ? എൻ്റെ മുഖം കണ്ണാടി നോക്കിയാൽ ഞാൻ എന്നെ കാണും. എൻ്റെ മുഖത്ത് എന്തുണ്ടോ അത് കാണും. ഇതുപോലെ പുസ്തകത്തിൽ നമ്മളെ നോക്കുമ്പോൾ നമ്മളെ കാണും. ആമേൻ. ഇനി ഈ അന്ത്യകാലത്ത് ഇവർ ചെയ്യുന്ന കുറെ സംഭവങ്ങളുണ്ട്. അവരെ കുറിച്ച് പറയുന്നത്, അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ. എല്ലാവരും കൂടെ പറഞ്ഞ് 19ാമത്തെ വാക്യാണ്. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ. എന്റെയും ചർച്ചിന്റെ ഒരു വലിയ പ്രോബ്ലമാണ്. അവരെന്ത് ചെയ്യും? ഈ ഭിന്നത ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രകടമായ ലക്ഷണം, അവര് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണെന്ന് അവർക്കങ്ങ് തോന്നും. സ്വതന്ത്രം. ഞാൻ നേരത്തെ ഇരുന്ന ഒരു ചർച്ചിലെ ഞങ്ങൾ ഈ ട്രാൻസ്ഫർ ആകുന്ന പാസ്റ്ററാണ്. അപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോൾ അല്ലെ 3 വർഷം കഴിയുമ്പോൾ ഒരു ചർച്ചിൽ നിന്ന് അടുത്ത ചർച്ചിലോട്ട് പോകും. അങ്ങനെ ട്രാൻസ്ഫർ സിസ്റ്റം ഉള്ള ചർച്ചിലെ പാസ്റ്റർ. അപ്പം അങ്ങനെ ഒരു ചർച്ചിൽ പാസ്റ്റർ ആയിരുന്ന സമയത്ത് അവിടെ ഒരു അമ്മാമ്മയുണ്ട്. എന്നും 21, 14, 7 ഒക്കെയാണ്. പക്ഷെ അമ്മാമ്മയ്ക്കൊരു പ്രശ്നം, ചിലരടുക്കിലിരുന്നാൽ അമ്മാമ്മയ്ക്ക് പിന്നെ ആരാധിക്കാൻ പറ്റത്തില്ല. അപ്പം അന്നത്തെ ദിവസം പറയും, എൻ്റെ പാസ്റ്ററേ ഇല്ല, അവൾ വന്ന് എൻ്റെ അടുക്കലോട്ട് ഇരുന്നിട്ട് എന്നെ അങ്ങ് ബന്ധിച്ച് കളഞ്ഞു പാസ്റ്ററേ. അയ്യോ, എനിക്കങ്ങ് ആരാധിക്കാനൊന്നും പറ്റിയില്ല, അവളങ്ങ് ബന്ധിച്ച് കളഞ്ഞു. പാവം പിടിച്ച സഹോദരി. ഈ അമ്മാമ്മയുടെ അത്രയും ഒച്ചയൊന്നും ഇല്ല, വലിയ കയ്യടിയൊന്നും ഇല്ല, പക്ഷെ സാധുവാ. വന്ന് അടുത്തോട്ട് ഒന്ന് ഇരുന്നതാ. അപ്പോഴത്തേന് പറഞ്ഞു ബന്ധിച്ച് കളഞ്ഞെന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ വെറും ജഡീകരാണ്. ഞാൻ ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി വന്നതേ ഉള്ളൂ. ഞാൻ അങ്ങ് അത്ര സ്പിരിച്വലാ. കൈപൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇവരെ വിളിക്കുന്ന പേരാണ് ഭിന്നത ഉണ്ടാക്കുന്നത്. എടാ, ദാഗോന്റെ ക്ഷേത്രത്തിൽ പെട്ടകം വെച്ചപ്പോ പെട്ടകം പെട്ടിയായില്ല. ദാഗോന്റെ ക്ഷേത്രത്തിൽ പെട്ടകം ഇരുന്നാലും പെട്ടകമാണ്. ഓ, ഒരു നല്ല ആമേൻ പറ. പെട്ടകം എവിടെ ചെന്നാലും പെട്ടകം തന്നെ. ഈ വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്കുള്ള ദൂത് നമ്മൾ വായിച്ചു വരുമ്പോൾ, നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. പെർഗമോസ്. അത് സംഭവം എന്താണെന്നറിയോ? സാത്താൻ അവിടെ കണ്ട് ചെയറിട്ടിരിക്കുന്നതെന്നല്ല അതിൻ്റെ അർത്ഥം.
800 അടി ഉയരത്തിൽ പണിതിരിക്കുന്ന അസ്കലയോപയസ് എന്ന് പറയുന്ന സർപ്പദേവതയുടെ ക്ഷേത്രം അവിടെയുണ്ട്. അവിടെയാണ് സഭ. നമ്മളാണെ പറഞ്ഞതിന് വാദിച്ചു നിൽക്കുന്ന ചില പോരുകൾ. കൈപോക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എടാ, ലൂസിഫർ സിംഹാസനം ഇട്ടിരിക്കുന്നത് പോലെ ഈ അസ്കലയോപയസ് 800 അടി ഉയരത്തിൽ അത്രയും വലുപ്പത്തിൽ പണിതിരിക്കുന്ന ക്ഷേത്രത്തിൽ വസിക്കുന്ന ഇടത്തെ സഭ. നിങ്ങൾ മിണ്ടുന്നില്ല. ഞാൻ പറയാം, അസ്കലയോപയസിന്റെ സിംഹാസനത്തിന്റെ താഴെ വേണമെങ്കിലും ആമേൻ സഭയ്ക്ക് നിൽക്കാൻ പറ്റും. ഒരാമേ പറഞ്ഞാട്ടെ. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴേ രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് കൃപയിൽ ജീവിക്കുന്ന തൊട്ടടുത്തിരിക്കുന്ന സഹോദരി ബന്ധിച്ചെന്ന് പറയുന്നത്, ഇവർക്ക് മറ്റുള്ളവരെക്കാൾ എന്തോ വിശേഷതയുണ്ടെന്ന് അങ്ങ് കരുതുക. ഞാനാണ് ഈ ചർച്ചിൽ എൻ്റെ അത്രയും വെളിപ്പാടുള്ള ആരുമില്ല. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു കൈപൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആദ്യം ഞങ്ങളൊക്കെ നിൽക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒന്നും അതൊന്നും ഇല്ലെന്നേ. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ. ഞങ്ങൾ കുറച്ച് പേരുണ്ട് ഭിന്നത ഉണ്ടാക്കുന്നവർ. അതായത് മറ്റുള്ളവരിൽ നിന്ന് തങ്ങളെ വേർതിരിച്ചിട്ട് ഞങ്ങൾക്കെന്തോ ഉണ്ട് എന്ന് ചിന്തിക്കുന്നവർ, ഡിവിഷൻ ഉണ്ടാക്കുന്നവർ. ആമേൻ. എന്റെയും ചർച്ചിൽ ഇത് വളരുക. അവരെ പോലെ ഒന്നുമല്ല ഞങ്ങൾ. മറ്റേ പരീക്ഷ പ്രാർത്ഥിക്കാൻ പോയില്ലേ, ഈ നിൽക്കുന്നവനെ പോലെ അല്ലായികയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അയാൾ പറഞ്ഞതല്ലേ സത്യമാണ്. ആഴ്ച 2 വട്ടം ഉപസിക്കുന്നു, കിട്ടുന്നതിലൊക്കെയും പാതാരം കൊടുക്കുന്നു. ഈ ചതകുപ്പയിലും പെരുംജീരകത്തിലും ഒക്കെയാണ്. അതായത് നിങ്ങൾ ആരെങ്കിലും പെരുംജീരകം എണ്ണിയിട്ടുണ്ടോ? പറ. ഈ പുള്ളി 100 ജീരകം എടുത്താൽ അത് എണ്ണും. 100 ജീരകം ഇങ്ങനെ എണ്ണും. 90 പുള്ളിക്കും 10 പള്ളിക്കും. അങ്ങനെ എണ്ണിയെടുക്കുന്ന പുള്ളിയാ. സ്തോത്രം. കിട്ടുന്നതിനൊക്കെ പതാരം കൊടുക്കുന്നെന്ന്. ചതകുപ്പയിലും പെരുംജീരകത്തിലും എല്ലാം പതാരം കൊടുക്കുന്നയാളാണ് അദ്ദേഹം. പറഞ്ഞ സത്യം. ആഴ്ച 2 വട്ടം ഉപസിക്കും, കിട്ടുന്നതിലൊക്കെ പതാരം കൊടുക്കും. സത്യമാണ് സംഗതി, തെറ്റൊന്നുമല്ല. പക്ഷെ അയാളുടെ പ്രാർത്ഥനയുണ്ടല്ലോ, ഈ നിൽക്കുന്നവനെ പോലെ അല്ലായികയാൽ ഞാൻ ഇവനെ പോലെ അല്ല. സ്തോത്രം. അപ്പൊ ഇയാൾ പറഞ്ഞില്ലേ, ഈ നിൽക്കുന്നവനെ പോലെ അല്ലെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ അയാളിലേക്ക് നോക്കി, സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ കഴിയാതെ അയാൾ മാറത്തടിച്ച് അവിടെ നിലവിളിക്കുക. കർത്താവ് ഇത് രണ്ടും നോക്കിയിട്ട് ചോദിക്കുക, ആരാ നീതീകരിക്കപ്പെട്ടത്? അവരെ പോലെ ഒന്നുമല്ല ഞങ്ങൾക്ക് ഭയങ്കര വെളിപ്പാടാണ് എന്നൊക്കെ പറഞ്ഞ് ഡിവിഷൻ ഉണ്ടാക്കുന്നവൻ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ആമേൻ. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ. ആമേൻ. മതഭേദം ഉണ്ടാക്കുന്നവർ, സ്കീസം, മതഭേദം ഉണ്ടാക്കുന്നവർ. ആമേൻ. 1 തിമോഥെയോസ് 6:3 നമ്മൾ വായിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. എന്റെയും ചർച്ചിനകത്ത് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. തർക്കത്തിന്റെ വാഗ്വാദത്തിന്റെ ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. അതിന്റെ റിസൾട്ട് എന്താണ്? അസൂയ, ഷണ്ട, ദൂഷണം, ദുസംശയം, ദുർബുദ്ധി, സത്യത്യാഗികളായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാക്കുന്നു. അടുത്തൊരു വാക്കുണ്ട്, അത് ബ്രാക്കറ്റിൽ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു വെക്കേണ്ടത്. അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. അത്രയും പറഞ്ഞ് ഞാൻ വിട്ടത്. ആമേൻ. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ. Glory to God. ആമേൻ. അവരെ വിളിക്കുന്ന വേറൊരു പേരാണ് അവർ പ്രാകൃതന്മാർ. ഹലോ, ഇതുവല്ല ഉണ്ടോന്നേ ചർച്ചിനകത്ത്? നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവല്ല ഉണ്ടോന്നേ? അവർ പ്രാകൃതന്മാർ. പ്രാകൃതൻ സെൻഷ്വൽ ആണെന്ന്, അതായത് വിഷയാസക്തിയുള്ളവൻ, ആത്മീയരാണെന്ന് വെറുതെ അവർ പ്രശംസിക്കുകയും ജഡികരായി തുടരുകയും ചെയ്യുന്നവർ. ഈ ജഡികൻ ആരാണെന്ന് അറിയണം കേട്ടോ. ആത്മവളർച്ച ഇല്ലാത്തവനാണ് ജഡികൻ.
1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളോട് എനിക്ക് സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകരോടെന്ന പോലെയല്ല, ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്ര സംസാരിക്കാൻ കഴിയുള്ളൂ. അവ കണ്ടോ, ആത്മീകരോടെന്ന പോലെയല്ല, ജഡീകന്മാരോട്, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്ര സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. സ്തോത്രം. എന്നിട്ട് പറയുക, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇന്ന് നിങ്ങൾക്ക് കഴിവായിട്ടില്ല, ഇപ്പോഴും നിങ്ങൾ സ്തോത്രം, ഭക്ഷണമല്ല പാലത്ര ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല, ഇന്നും നിങ്ങൾ ജഡീകരല്ലോ. അന്നും കഴിവില്ല, ഇപ്പോഴും കഴിവില്ല. സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഷെയർ മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷനെ കുറിച്ച് ഭയങ്കര ധാരണയാണെങ്കിലും പുസ്തകത്തിൽ നിന്ന് കേൾക്കുമ്പോൾ അച്ഛൻ എവിടുന്ന് അറിയത്തില്ല, ഒരു ഉറക്കം കയറി വരും. ഹിപ്പോപ്പൊട്ടാമസ് ഇത്രയും വാവിളിക്കത്തില്ല, ആ ടൈപ്പിൽ വാവിളിച്ചോളെ. സ്തോത്രം. അവരുടെ കുറ്റമല്ല, ജഡീകനാണ്. ജഡീകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപി എന്നല്ല അതിൻ്റെ അർത്ഥം, വളർച്ചയില്ല. അതാ വിശ്വാസി എന്നിട്ട് എത്ര വർഷമായി? 40 വർഷം. മീഖയുടെ പ്രവചനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇപ്പോഴും ഉൽപ്പത്തിയുടെ ഇപ്പുറത്ത് താപ്പും. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യാവർത്തന, യോശുവ, ന്യായാധിപന്മാർ, ഇങ്ങനെ തപ്പി 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 മീഖയുടെ അവിടെ വന്നിട്ട് ഇങ്ങനെ വിരൽ ഇങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് 1364-ാമത്തെ പേജ്, എന്നിട്ടാണ് പുള്ളി മീഖ എടുക്കുന്നത്. പുസ്തകമായിട്ട് ഒരു പരിചയമില്ല. ഇവരെ പൗലോസ് വിളിക്കുന്ന പേരാണ് ജഡീകന്മാർ. സ്തോത്രം. ഗോലിയാത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ്. അയ്യോ, എന്നെ വെളിപ്പാടായിരുന്നു. അതാ ചിലർ ഈ പറയുന്ന വെളിപ്പാടൊക്കെ കേട്ട് കഴിഞ്ഞാൽ അയ്യോ, കർത്താവ് പോലും അതിശയിച്ചു പോകും. ഗോലിയാത്ത് ദാവീദ് എടുത്ത 5 കല്ല് മൂർച്ചയുള്ള കല്ലാണെങ്കിൽ സഞ്ചി കീറിപ്പോവും. സഞ്ചി സഭയാണ്. എന്തെല്ലാം വ്യാഖ്യാനിച്ച് വെക്കുന്നതെന്നറിയോ? കർത്താവ് പോലും അറിയാത്ത കാര്യങ്ങളാണ്. ചിലരങ്ങനെയൊക്കെയാണ്, കർത്താവ് അറിയാത്ത കാര്യങ്ങളൊക്കെ പ്രസംഗിച്ചു കളയും. സ്തോത്രം. ഒരാളെ ക്രൂശീകരണം പ്രസംഗിച്ചാൽ പറഞ്ഞു, അവന്റെ അസ്ഥികളുടെ ഇടയിൽ കൂടി വിരലിട്ടവർ വലിച്ചു. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, കർത്താവ് പോലും അറിഞ്ഞിട്ടില്ല അതൊന്നും. കർത്താവ് അറിയാത്ത കാര്യമാണ് പലരും പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഗോലിയാത്തിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. പക്ഷെ കാതലായിട്ടുള്ള കാര്യം പറയുമ്പം, സ്തോത്രം, ഞങ്ങളൊക്കെ എല്ലാ ദിവസവും പ്രസംഗിക്കുന്നവരല്ലേ, നിനക്കെതിരെ പോരാടി നിൽക്കുന്ന പോരിനെ ഇന്ന് രാത്രി കർത്താവ് പൊളിക്കാൻ പോവാന്ന് പറയുമ്പോൾ കയ്യിലിരിക്കുന്ന ബൈബിൾ എടുത്തെറിഞ്ഞിട്ടാണല്ലോ അമ്മാമ്മ ആരാധിച്ചുകളെ. പക്ഷെ സ്വർഗത്തെക്കുറിച്ചോ സിംഹാസനത്തെക്കുറിച്ചോ കർത്താവിനെ കുറിച്ചോ ദൈവത്വത്തെക്കുറിച്ചോ ആളത്വത്തെക്കുറിച്ചോ പറയുമ്പോൾ അമ്മാമ്മയ്ക്ക് ഒരനക്കവും ഇല്ല. ബുദ്ധിയുടെ പ്രസംഗമായിരുന്നു. ഇങ്ങനെ പുസ്തകം മനസ്സിലാകാത്തവരാണ് ജഡീകന്മാർ. അപ്പൊ അവരെ കുറിച്ച് പറയുന്നു, അവര് ഭിന്നത ഉണ്ടാക്കുന്നവർ. 2, അവർ പ്രാകൃതന്മാർ. 3, അവർ ആത്മാവില്ലാത്തവർ. എൻഡ് ടൈം ചർച്ചിനകത്ത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾ ഇതുവരെ പറഞ്ഞ വാക്യങ്ങളെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. യൂദയുടെ ലേഖനം 17-ാമത്തെ വാക്യം തൊട്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പിൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. ഇനിയും എൻഡ് ടൈം ചർച്ചിലെ അടുത്ത കൂട്ടരെ കുറിച്ച് അവിടെ വിളിക്കുന്നുണ്ട്. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളെ വാക്കുണ്ടോ? അവർ, നിങ്ങളോ. ആ വ്യത്യാസം കണ്ടോ? ഏതാ? അവർ, പിന്നെ നിങ്ങളോ. ആരാ അവർ? ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ, ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. അതാണ് അവർ. ഈ യൂദയുടെ ലേഖനത്തിൽ ആവർത്തിച്ച് ഈ വ്യത്യാസം കാണും. നിങ്ങൾ വേണമെങ്കിൽ യൂദയുടെ ലേഖനത്തിൽ ആ അവർ എന്ന പദം ഒരു ചിലയിടങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ പെട്ടെന്ന് ആ വാക്കുകൾ പറയും. യൂദയുടെ ലേഖനത്തിൽ അവർ എന്ന് പറയുന്ന ആ പദം, സ്തോത്രം, അവർ. ആമേൻ. ഞാൻ റെഫറൻസുകൾ പെട്ടെന്ന് പറയും യൂദയുടെ ലേഖനത്തിൽ നിന്ന്. 11-ാമത്തെ വാക്യം നോക്കിയേ. അവർക്ക് അയ്യോ കഷ്ടം. 15-ാമത്തെ വാക്യം നോക്കിയേ. 15-ാമത്തെ വാക്യം. ഇതാ കർത്താവ് എല്ലാവരും വിധിപ്പാനും
അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം, ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തം ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരും വന്നിരിക്കുന്നു. അവർ, ഓക്കെ, 16ാമത്തെ വാക്യം നോക്കിയേ. അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായ അമ്പ് പറയുന്നു. കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. 18ാമത്തെ വാക്യം നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നവ. അവർ എന്ന് പറഞ്ഞ 18ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. 19ാമത്തെ വാക്യം നോക്കി. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ. ഇവിടെയെല്ലാം അവർ 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 എന്ന് പറയുന്ന പദം നമുക്ക് കാണാൻ കഴിയും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറ, നിങ്ങളോ നിങ്ങളോ. ഇങ്ങോട്ട് നോക്കി. എൻഡ് ടൈം ചർച്ചിനകത്ത് 2 ഗ്രൂപ്പുണ്ട്. അവർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. ഹലോ, അവരിൽ നിന്ന് ഒരു 10 അടി അകലം പാലിച്ചോണം കേട്ടോ. അവരോട് ചേർന്ന് നിൽക്കരുത്. ഡിവിഷൻ ഉണ്ടാക്കുന്നവരുമായിട്ട്, മതഭേദം ഉണ്ടാക്കുന്നവരുമായിട്ട് ചേർന്ന് നിൽക്കരുത്. മാറി നിന്നോണം. അവർ, നിങ്ങൾ മിണ്ടുന്നില്ല. പവർ ഓഫ് ഗാഡ്, പവർ ഓഫ് ഗാഡ്. ഞാൻ പറയാം, അതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാം. കയ്പിന്റെ വേര് മുളച്ചിട്ട് അനേകർ അതിനാൽ മലിനപ്പെടുന്നു. വാസ്തവത്തിൽ കയ്പിന്റെ വേര് ഒരാളിലാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇയാളിങ്ങനെ വിളിക്കും. ചർച്ചിന്റെ ഡയറക്ടർ നോക്കിയിട്ട്, അച്ഛാ പ്രൈസ് ലോർഡ് അച്ഛാ, ഇന്നാളെ വിളിക്കുന്ന, സുഖമായിട്ടിരിക്കുന്നു അച്ഛാ, എന്നെ ഓർമ്മയില്ലയോ എന്നൊക്കെ പറഞ്ഞ് ബന്ധം ഉണ്ടാക്കും. എന്നിട്ട് ചെന്നിരുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ചോണ്ട് പതുക്കെ ഇങ്ങനെ കാര്യങ്ങൾ എടുത്തിടും, ചാക്കിടും. അച്ഛൻ അത് നമുക്ക് ശ്രദ്ധിച്ചില്ലായിരുന്നു, ഇത് ശ്രദ്ധിച്ചില്ലായിരുന്നു, ആ പറഞ്ഞത് കേട്ടില്ലായിരുന്നു, ഈ പറഞ്ഞത് കേട്ടില്ലായിരുന്നു, ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. ഈ അച്ഛൻ ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ കയ്പിന്റെ ഇഞ്ചക്ഷൻ ഇങ്ങനെ കൊടുത്ത് 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 ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അച്ഛനെ തിരിച്ചു. സ്വതന്ത്രം. അവർ പിന്നെയും അടുത്ത വീട്ടിൽ, അപ്പൊ അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ 2 പേര് ഒന്നിച്ചു കൂടി. നേരത്തെ ഒറ്റയാളെ ഉണ്ടായിരുന്നുള്ളൂ, ഇവർ 2 പേരായി. 3ാമത് ഒരാളുടെ അടുക്കൽ ചെന്ന് ഇഞ്ചക്ഷൻ തുടങ്ങി. തിങ്കളാഴ്ച ആ അച്ചായൻ ഇഞ്ചക്ഷൻ ചെയ്യും, ചൊവ്വാഴ്ച ഈ അച്ചായൻ ഇഞ്ചക്ഷൻ ചെയ്യും, ബുധനാഴ്ച 2 അമ്മാമ്മമാരും കൂടി ഇഞ്ചക്ഷൻ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇഞ്ചക്ഷൻ ചെയ്ത് 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 ഒരു 2-3 ആഴ്ചക്കകത്ത് അച്ചാനെ മറിച്ചു. ഗ്രൂപ്പ് 3 ആയി. വളരുക. ഒരാളിൽ ഉണ്ടാകുന്ന കയ്പ് പലരിലേക്ക് ഇഞ്ചക്ട് ചെയ്തിട്ട് അവരെ കൂടെ അങ്ങ് മലിനമാക്കുക. അതാ പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയരെ, ഈ കഴിച്ച് നടക്കുന്നവനുമായിട്ട് ഒരു 10 അടി അകലം പാലിച്ചോണം. കാരണം കയ്പ് അവൻ ഇമ്പാർട്ട് ചെയ്യും. ഇതുകൊണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞത്, സഹോദരൻ എന്ന് പേർ പറയപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു, അവരോടുകൂടെ ഭക്ഷണം പോലും കഴിക്കരുത്. സ്വോത്രം സ്വോത്രം സ്വോത്രം. ഭിന്നത ഉണ്ടാക്കാൻ പറ്റിയ ഏരിയയാണ് ഡൈനിങ് ടേബിൾ. ഗ്ലോറി. അച്ഛാ, ഇന്ന് പാരഗണിലോട്ടൊന്ന് പോകാം അച്ഛാ. പാരഗണിൽ പോയി ടേബിളിന് ചുറ്റും ഇരുന്ന് ഞാനും ബട്ടർ ചിക്കനും കഴിച്ചോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ കയ്പിന്റെ ഇഞ്ചക്ഷൻ തുടങ്ങി അച്ചായ. ഹല്ലേലൂയ. 10 അടി അകലം പാലിച്ചാണ്. അവർ 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 ഇവർ കലക്കുന്നവരാ, ഇവർ നശിപ്പിക്കുന്നവരാ, ഇവർ സഭയുടെ സ്വസ്ഥതയെ കെടുത്തുന്നവരാ, ഇവർ ഗ്രോത്തിനെ തടയുന്നവരാ, ഇവർ ഏത് നന്മയ്ക്കും എതിര് നിൽക്കുന്നവരാ. അവർ, അതാ യൂദയുടെ ലേഖനം പറയുന്നത്. അവർ 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 എന്നിട്ട് പറയും, നിങ്ങളോ പ്രിയമുള്ളവരെ. എല്ലാവരും കൂടെ ചേർന്നെന്ന് പറഞ്ഞു. എന്നാ? ശബ്ദം ഉയർത്തി പറ. ഒന്നുകൂടെ പറ. നിങ്ങളോ. നിങ്ങളോ. സ്തോത്രം. നിങ്ങൾ വ്യത്യസ്തരാണെന്ന്. നിങ്ങൾ വ്യത്യസ്തരാണ്. ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ വ്യത്യസ്തരാണ്. ഓ ഹല്ലേലൂയ. യൂദയുടെ ലേഖനത്തിൽ ആവർത്തിച്ച് പറയുന്നത് 1-5 വാക്യം. നിങ്ങളോ സകലം ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ
നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ ഇച്ഛിക്കുന്നു. 12ാമത്തെ വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. നിങ്ങളോ, 17ാമത്തെ വാക്യത്തിൽ കാണുന്നു നിങ്ങളോ പ്രിയരെ. 20ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു നിങ്ങളോ പ്രിയമുള്ളവരെ. കേട്ടോ, ആ നിങ്ങൾ എന്ന് പറയുമ്പോ അവിടെയെല്ലാം വിളിക്കുന്ന പേരെന്താ? പ്രിയമുള്ളവരെ. എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞു എന്നാ? നിങ്ങൾ ആരാ? അവർ ആരാ? ഭിന്നത ഉണ്ടാക്കുന്നവർ. അവർ ആരാ? പ്രാകൃതന്മാർ. അവർ ആരാ? ആത്മാവില്ല. ഓ അയ്യോ, ആത്മാവില്ലാത്ത എന്ന് പറഞ്ഞാൽ തന്നെ തീർന്നു കാര്യം. ഓ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? PhD ഉള്ളത് കൊണ്ടല്ല ഒരാൾ ആത്മീകനാകുന്നത്, ആത്മാവുള്ളത് കൊണ്ടോ? ഓ, മിണ്ടുന്നില്ല. ആത്മാവുള്ളത് കൊണ്ട് ഒരുവൻ ആത്മീകനാകുന്നത്. ഞാൻ ഈ ആത്മാവുമായി കണക്ട് ചെയ്ത 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക്. ഈ ആത്മാവ് നിങ്ങൾ ശ്രദ്ധിച്ചേ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കണേ പോലും ആത്മാവ് വേണം കേട്ടോ. സ്വതന്ത്രം കിടപ്പുണ്ടോ? വണ്ടിയുടെ കാറ്റൊന്നും അഴിച്ചുവിടല്ലേ. ഞാൻ സത്യം പറയുന്നത്, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ പോലും ആത്മാവ് വേണം. അയ്യോ, ഞങ്ങളൊക്കെ അടക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഭംഗിയായിട്ടങ്ങ് നടക്കുന്നേ. ഈ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് മുഖമൊക്കെ മൂടിയിട്ട് പിന്നെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച സകല ശരീരങ്ങളും ഉയർത്തെഴുന്നേൽക്കും കൂട്ടത്തിൽ ഈ ശരീരവും ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രത്യാശയോടെ പൊടി വണ്ടായിരുന്നത് പോലെ മണ്ണോട് മണ്ണ് ചേരേണ്ടതിന് ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പൂഴിക്കെ ഏൽപ്പിക്കുന്നു. നീയോ പ്രിയ പിതാവെ പോയി വിശ്രമിച്ചു കൊള്ളുക. കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരിക. ഇതങ്ങോട്ട് പറഞ്ഞു നിർത്തിയിട്ട് ഒറ്റ പാട്ടൂടാ. പേർ വിളിക്കുന്ന നേരം കാണും എൻ പേരും. അയ്യോ, അന്തരീക്ഷമൊക്കെ ആ പാട്ടും എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ നമ്മളങ്ങ് ഉറപ്പിക്കും. അച്ഛാ എൻ്റെ പേര് വിളിക്കും. അച്ഛാ, ആത്മാവുമായിട്ട് വല്ല ബന്ധമുണ്ടോ? SX 900 അതിന്റെ റിതം. പിന്നെ സുജിത് ബ്രദർ വന്നു കഴിഞ്ഞാൽ തൈറോസ് 5. അയ്യോ, ഭയങ്കര സംഭവമാണ്. ഇതെല്ലാം ഇങ്ങനെ കേട്ട് നമ്മളിങ്ങനെ ചെറുകെ ഒന്ന് ആടിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളിങ്ങനെ ഒരു ചെറിയ സ്വോത്രമൊക്കെ പറഞ്ഞ്. പക്ഷെ ആത്മാവുമായിട്ട് ബന്ധമുണ്ടോ? പാട്ട് കേൾക്കുമ്പോ കൈയടിക്കുന്നോ എന്നുള്ളതല്ല ചോദ്യം. ആത്മാവുമായിട്ട് ബന്ധമുണ്ടോ? ഞാനിത് പറയുമ്പോൾ ഞാൻ ചുമ്മാ പറയുന്നല്ലോ. റോമലേഖനം 8-11 വാക്യം അത് കാണിക്കണം. അത് കാണിച്ചില്ല ശരിയാത്തില്ല. റോമർ 8:11 പെട്ടെന്ന്. റോമർ 8:11 നിങ്ങൾ വായിച്ച, എല്ലാവരും കൂടെ ചേർന്ന് വായിച്ചു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളിൽ വസിക്കുന്നു. ആ എങ്കിലെന്നുള്ളതിനാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻസ്. ഒന്നുകൂടെ പറഞ്ഞേ, നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ. ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും, അപ്പൊ മർത്യ ശരീരങ്ങളിൽ ജീവൻ ഉണ്ടാകണമെങ്കിൽ യേശുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് വസിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഉപവാസ പ്രാർത്ഥന നല്ല സമയം കേട്ടോ. പരിശുദ്ധാത്മാവിൽ നിറയണം. സ്വോത്രം. നിങ്ങളുടെ അടുത്ത ഒരു 10 ദിവസത്തെ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന കർത്താവ് എന്നെ നിറയ്ക്കണം എന്നുള്ളതായിരിക്കണം. എന്നെ നിറയ്ക്കണം. പെട്ടി പൊളിയണ്ടേ? കല്ലറ തുറക്കണ്ടേ? ഒന്നുകൂടെ പറഞ്ഞു. ഗ്ലോറി ടു ഗോഡ്. ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ. അപ്പൊ ആത്മാവില്ലാത്തവരെന്ന് പറയുമ്പോൾ ഞാൻ വേറൊരു വാക്യം കൂടെ പറയാം. വേറൊരു വാക്യം, അതിന്റെ ഭീകരത. റോമലേഖനം 8-ാം തന്നെ 9-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ. ചർച്ച കൂടുക.
കാരനായിരിക്കും, AG കാരനായിരിക്കും. ഞാൻ പറഞ്ഞല്ലെന്ന്. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നേ? ഞാനല്ല പറഞ്ഞ. ഈ വാക്യം നിങ്ങൾ ഒന്നുകൂടെ വായിച്ചേ, എല്ലാവരും കൂടെ ചേർന്നൊന്ന് വായിച്ചേ. ശരിയാണെന്ന് നോക്കട്ടെ. 9ാമത്തെ വാക്യം. അടുത്തത് നമുക്ക് കേൾക്കേണ്ടത്. ക്രിസ്തുവിന്റെ, ഉച്ചത്തിൽ പറ, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ. ഈ ക്രിസ്തുവിന്റെ ആത്മാവില്ലെങ്കിൽ കാണാൻ ഭയങ്കര സുന്ദരനാണ്, കാണാനൊക്കെ ഭയങ്കര സുന്ദരന്. പക്ഷെ ആത്മാവില്ലെങ്കിൽ ക്രിസ്തുവിനുള്ളതല്ല. നീ കാണാൻ സംഗതി സുന്ദരനൊക്കെയാണ്, സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ആത്മാവില്ലെങ്കിൽ കർത്താവിൻ്റെതല്ല. ഓ, ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. അതുകൊണ്ടാ പറയുന്നേ, അവരെ പോലെയല്ല നിങ്ങൾ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളോ പ്രിയമുള്ളവരെ. നിങ്ങളോ പ്രിയമുള്ളവരെ എന്ന് പറയുമ്പോൾ ഞാൻ ആ പ്രിയമുള്ളവരെ എന്നുള്ള പദം ഇങ്ങനെ പഠനവിധേയമാക്കിയേ. അവിടെ പ്രിയമുള്ളവരെ എന്ന് പറയുമ്പോൾ അഗാപ്പിറ്റോസ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അഗാപ്പിറ്റോസ്, അഗാപ്പിറ്റോസ് എന്ന് പറയുമ്പോൾ ബിലവഡ്, ഡിയർ, ഫേവറൈറ്റ് എന്നൊക്കെയാ. ഓ, നമ്മൾ ആരാ? ദൈവത്തിന് പ്രിയരാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഫേവറായിട്ടുള്ള ആളുകളാണ്. ദൈവത്തിന്റെ പ്രിയർ. ശബ്ദം ഉയർത്തി കർത്താവിനെ നിന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പൊ അവരെന്തും ചെയ്യട്ടെ, അവർ ആ പറഞ്ഞ ഗ്രൂപ്പ് എന്തും ചെയ്യട്ടെ. പക്ഷെ നമ്മൾ വ്യത്യസ്തരാണ്. നമ്മളോട് എന്നാ പറയുന്നത്? നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കണം. എല്ലാവരും കൂടെ ചേർന്നൊന്ന് പറഞ്ഞേ. എന്നാ വിശ്വാസമാ? മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസം. മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ കെട്ടുപണി ചെയ്തതല്ല, മറ്റുള്ളവരുടെ താല്പര്യത്തിൽ കെട്ടുപണി ചെയ്തതല്ല. ആമേൻ. നിങ്ങളുടെ മേൽ ഉള്ളത് ആ അതിവിശുദ്ധ വിശ്വാസം, മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ജീസസ് അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. ആമേൻ. എന്നാ വിശ്വാസമാ? നമ്മൾ നിൽക്കുന്ന ഫെയ്ത്തിന്റെ പേര് ഒന്നുകൂടെ പറഞ്ഞേ. പോരാ, ശബ്ദം ഉയർത്തി പറ. നമ്മൾ നിൽക്കുന്ന ഫെയ്ത്തിന്റെ പേര് പറഞ്ഞേ. ഓ, എല്ലാരും പറഞ്ഞില്ല. നമ്മൾ നിൽക്കുന്ന വിശ്വാസത്തിന്റെ പേര് പറഞ്ഞേ. ശബ്ദമുയർത്തി അതിവിശുദ്ധ വിശ്വാസം. ഒന്നുകൂടെ പറ, അതിവിശുദ്ധ വിശ്വാസം. ജീസസ്. ഞാൻ ആ ഫെയ്ത്തിനെ ഒത്തിരി വിശാലമായിട്ട് പറയേണ്ടതാ, പക്ഷെ അത് പറയാനായിട്ട് ഞാൻ സമയമെടുക്കുന്നില്ല. ആമേൻ. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കണം. ഞാൻ അതിവിശുദ്ധ വിശ്വാസം എന്ന് പറയുമ്പോൾ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ റിയൽ ഫെയ്ത്ത്, കർത്താവിലുള്ള ആ വിശ്വാസം, വരുവാനുള്ള നിത്യതയിലുള്ള ആ വിശ്വാസം, അതാണ് അതിവിശുദ്ധ വിശ്വാസം. നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് കേവല രോഗസൗഖ്യത്തെ സംബന്ധിച്ചുള്ള വിശ്വാസമല്ല, നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അതിവിശുദ്ധ വിശ്വാസമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. എന്നാ വിശ്വാസമാ? ശബ്ദം ഉയർത്തി പറ. എന്നാ വിശ്വാസമാ? അതിവിശുദ്ധ വിശ്വാസം. ആമേൻ. അവരെന്തും ചെയ്യട്ടെന്ന്. ഏതേ ആ ഒന്നാമത്തെ ഗ്രൂപ്പുകാർ, ആമേൻ, എൻഡ് ടൈം ചർച്ചിലുള്ള ആ ഒന്നാം ഗ്രൂപ്പുകാർ എന്തും ചെയ്യട്ടെ. പക്ഷെ നമ്മെ കുറിച്ച് പറയുക, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. അടുത്ത വാക്ക് കണ്ടോ? നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തി. എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞേ. എന്നാ? നിങ്ങൾക്ക് തന്നെ. പോരാ, ഒന്നുകൂടെ പറഞ്ഞേ. നിങ്ങൾക്ക് തന്നെ. നമുക്ക് ആത്മീക വർധന വരുത്തുന്ന, ആത്മീക വർധനവ് തൈലത്തിനകത്തിരിക്കുന്നതല്ല, പാരച്ചൂട്ട് വെളിച്ചെണ്ണക്കകത്തല്ല ആത്മീക വർധനം ഇരിക്കുന്നത്, ഒലിവ് ഓയിലിനകത്തല്ല ആത്മീക വർധനം ഇരിക്കുന്നത്. ആത്മീക വർധനവ് വരുന്നതല്ല, വരുത്തുന്നതാണ്. എല്ലാവരും കൂടെ പറഞ്ഞ ആത്മീക വർധനവ്. എന്റെയും ചർച്ചിനകത്ത് ഈ രണ്ട് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ആദ്യം പറഞ്ഞ അവരുണ്ട്,
രണ്ടാമത് ദൈവത്തിന്റെ ഫേവറായിട്ടുള്ള നിങ്ങളുണ്ട്. അവരെന്താ ചെയ്യുന്നതെന്നറിയാമോ? ആ ദൈവത്തിന്റെ ഫേവറായിട്ടുള്ള ആ ആളുകൾ, പ്രിയമുള്ളവർ, അവരെന്താ ചെയ്യുന്നതെന്നറിയാമോ? അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി അവരവർക്ക് തന്നെ ആത്മീയ വർധനവ് വരുത്തുക. ഈ ആത്മീക വർധനവ് എന്ന് പറയുമ്പോൾ ഒയ്ക്കടോമായി എന്ന പദമാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഒയ്ക്കടോമായി എന്ന് പറയുമ്പോൾ പണിതുയർത്തുക, വളർത്തിയെടുക്കുക, ഒരു വീട് പണിയുന്നത് പോലെ. ഈ ഒയ്ക്കടോമായി എപ്പോഴും ഗ്രഹനിർമ്മാണത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കുന്നത്. ഗ്രഹനിർമ്മാണം, വീട് പണിയോടുള്ള ബന്ധത്തിൽ. ഒരു വീട് പണിത് ഒരു ദിവസം കൊണ്ട് തീരുകയല്ലോ. വീടിങ്ങനെ ഇതിങ്ങനെ തുടർമാനമായി പണിയുക, വീട് ഇങ്ങനെ തുടർമാനമായി പണിയുക. ഇതുപോലെയാണ് ആത്മീക വർധനവ്. തുടർച്ചയായിട്ട് വളർത്തി വളർത്തി വളർത്തി. ഓ ജീസസ്, തുടർച്ചയായിട്ട് വളർത്തി. ആത്മീക വർധനവ് ആഗ്രഹിക്കുന്നോ? കമോൺ, ആത്മീക വർധനവ് ആഗ്രഹിക്കുന്നോ? ആത്മീക വർധനവ് വരത്തില്ല, വരുത്തുന്നതാണ്. ആത്മീക വർധനവ് തനിയെ വരത്തില്ല, വരുത്തണം. ഞാൻ വീണ്ടും ആവർത്തിക്കാം, അവരെന്തെങ്കിലും ചെയ്യട്ടെ. ഒന്നാം ഗ്രൂപ്പ് ആത്മാവില്ലാത്തവർ, ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആ ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവർ, അവരെന്തും ചെയ്യട്ടെ. പക്ഷെ നിങ്ങൾ വ്യത്യസ്തരാണ്. നിങ്ങൾ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധനവ് വരുത്തി. ഈ ആത്മീയ വർധനവ് വരുത്തുന്നതാണെന്ന് തെളിയിക്കാൻ ഞാനൊരു 5, 6, 7 വാക്യങ്ങൾ പറയാം. റോമലേഖനം 14-19 വാക്യം. അന്യോന്യം ആത്മീയ വർധനവിനുള്ളത് ശ്രമിച്ചുകൊള്ളുക. 1 തെസ്സലോനിക്ക ലേഖനം 5:11. അന്യോന്യം പ്രബോധിപ്പിച്ചും ആത്മീയ വർധനവ് പ്രാപിച്ചും എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. കൊലോസ്യ ലേഖനം 2:7. അവനിൽ വേരൂന്നിയും ആത്മീക വർധനവ് പ്രാപിച്ചും എന്ന് വായിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 20:32. നിങ്ങൾക്ക് ആത്മീക വർധനവ് വരുത്തുവാൻ കഴിയുന്ന വചനം എന്ന് പറയുന്നുണ്ട്. ആത്മീക വർധനവ് വരുന്നതല്ല, വരുത്തുന്നതാണ്. ജീസസ്. പക്ഷെ നിർഭാഗ്യവശം ഞാൻ പറയട്ടെ, പലരും ഇതിലത്ര വലിയ ശ്രദ്ധാലുക്കളൊന്നുമല്ല. ആത്മീക വർധനവ് വരുത്തിയെടുക്കുന്നതിൽ അത്ര ശ്രദ്ധാലുക്കളൊന്നുമല്ല. ജീസസ്, എങ്ങനെയും ആ പ്രശ്നം ഒന്ന് പരിഹരിക്കപ്പെടണം, എങ്ങനെയും ആ സംഗതി ഒന്ന് മാറിക്കിട്ടണം, എങ്ങനെയും അതൊന്ന് ശരിയാവണം. ഇത്രയേ ഉള്ളൂ. എങ്ങനെയും ഒന്ന് ശരിയാവണം, എങ്ങനെയും ഒന്ന് ശരിയാവണം. അങ്ങനെ ശരിയാവുന്നതല്ലത്. ആമേൻ. ആത്മീക വർധനവിനായി ശ്രമിക്കുക. ഈ ആത്മീക വർധനവിന്റെ ഉദ്ദേശം എന്താണെന്നും കൂടെ ഞാൻ പറയാം. മത്തായി 5:48 പറയുന്നുണ്ട്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആകുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവിൻ. ആത്മീക വർധനവ് ഒരു പ്രഭാഷകനാകാനല്ല, ആത്മീക വർധനവ് ഒരു പ്രവാചകനാകാനല്ല. ആത്മീക വർധനവ് നമ്മുടെ കർത്താവ് എങ്ങനാണോ അതുപോലെ ആവാനാണ്. അവരത് ചെയ്യട്ടെന്ന്, അവരത് ചെയ്യട്ടെ. നമ്മൾ വേറെ, അവരിൽ നിന്ന് നമ്മൾ ഭയങ്കര വ്യത്യസ്തരാ. ഓ ഹല്ലേലൂയ. ഈ ചില ആളുകൾ ചിന്തിക്കും, അങ്ങനെ ദൈവത്തെ പോലെ ആകാൻ പറ്റുമോ? അങ്ങനെയല്ലേ പറയുന്നത്? നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും. ഇവിടെ മാത്രമല്ല ഇത് പറയുന്നത്. അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമുണ്ട്. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളാണ്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. ഇവിടെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തും. പക്ഷെ അടുത്ത വാക്യം കണ്ടോണേ, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പൊ യേശു പ്രത്യക്ഷനാകുമ്പോൾ ഞാൻ യേശു ഇരിക്കുന്നത് പോലെ തന്നെ കാണും. കണ്ടാൽ ഞാൻ അവനോട് സദൃശനാകും. ഓ, നിങ്ങൾ മിണ്ടുന്നില്ല. ഓ, അത് നിങ്ങൾക്ക് ആത്മാവിലൊന്ന് കാണാൻ പറ്റുമോ? യേശു പ്രത്യക്ഷനാകുമ്പോൾ ഞാൻ യേശുവിനെ എങ്ങനെ കാണും? മൈക്കിളാഞ്ചലോ വരച്ചതുപോലെ കാണും. അങ്ങനെയാണോ? നിങ്ങളുടെ വീട്ടിൽ ഫോട്ടോ ഉണ്ടോ? മൈക്കിളാഞ്ചലോ വരച്ചതാ, ഡാവിഞ്ചി വരച്ചതാ? അല്ലാതെ മൈക്കിളാഞ്ചലോ ക്യാമറ വെച്ച് ഫോട്ടോ എടുത്തു ഒന്നുമല്ലത്. അവർക്ക് തോന്നി യേശു അങ്ങനെ വരച്ചു വെച്ചു. സ്തോത്രം.
പക്ഷെ നമ്മൾ കാണാൻ പോകുന്നത് യേശു ഇരിക്കുന്നത് പോലെയാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. യേശു ഇരിക്കുന്നത് പോലെ ഞാൻ എന്റെ കർത്താവിനെ കാണും. അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. ഇരിക്കുന്നത് പോലെ കാണും. യേശു എങ്ങനെ ഇരിക്കുന്നത്? യോഹന്നാനോട് വരും. യോഹന്നാൻ പറയും, തലമുടി, കണ്ണ് അഗ്നിജ്വാല, മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിച്ചാൽ എന്നതുപോലെ, ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, മാറത്ത് പൊൻകച്ച, കയ്യിൽ 7 നക്ഷത്രം, കാല് ഉലയിൽ ചുട്ടുപിടിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. ഇങ്ങനെയാണ് അവിടുന്ന് ഇരിക്കുന്നത്. ഞാൻ എന്റെ കർത്താവിനെ ഇരിക്കുന്നത് പോലെ കാണും. ഇതിനെ ഇറങ്ങിയ കേട്ടോ. രോഗസൗഖ്യം കിട്ടിയില്ലേലും കുഴപ്പമില്ല, കർത്താവിനെ ഇരിക്കുന്നത് പോലെ ഒന്ന് കണ്ടാ മതി. അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അവിടുന്ന് ഇരിക്കുന്നത് പോലെ കർത്താവിനെ ഒന്ന് കണ്ടാ മതി. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. അതിന് കൊതിക്കുന്ന എത്ര പേരുണ്ട്? യേശു ഇരിക്കുന്നത് പോലെ എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. ഈ ലക്ഷ്യത്തിൽ വേണം ഓരോ ചുവടും വെക്കാൻ കേട്ടോ. ഹല്ലേലൂയ. കണ്ടാൽ നമ്മൾ അവനോട് സദൃശന്മാരാണ്. അതാ നിങ്ങളുടെ മുഖം ഒന്ന് ഓർത്തേ. ബൈബിൾ പറയുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ മുഖം ഓർക്കാൻ പാടാം, വേഗം മറന്നു പോകുമെന്നാണ് പറയുന്നത്. സ്വാഭാവിക മുഖം കണ്ണാടിയിൽ കണ്ടിട്ട് മറന്നു പോകുന്നു എന്ന് വായിക്കുന്നുണ്ട്. നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. സ്തോത്രം. മുഖം നമ്മൾ മറന്നു പോകും. വേറെ ഒന്നും മറക്കത്തില്ല, പക്ഷെ മുഖം മറക്കും. ആമേൻ. എന്നാലും നിങ്ങളൊന്ന് വിചാരിച്ചേ, നമ്മൾ അവനോട് സദൃശന്മാരാകും. എന്നോട് ആരെങ്കിലും ചോദിക്കുക, പാസ്റ്റർ ശരീരത്തിലാണോ അതോ ആത്മാവിലാണോ? ഞാൻ പുസ്തകം മനസ്സിലാക്കിയതനുസരിച്ച് ശരീരത്തിലാണ്. ഫിലിപ്പ് ലേഖനം 3:21 അങ്ങനെ പറയുന്നത്. അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ശരീരത്തെ അവന്റെ ശരീരത്തോട്. അപ്പൊ പറ, ശരീരത്തിലാണോ മാറ്റം? ശരീരത്തിലാണോ? മിണ്ടാതിരിക്കുന്നു. ആണോ? നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. സ്തോത്രം. നമ്മുടെ ശരീരത്തെ അവന്റെ ശരീരത്തോട് അനുരൂപപ്പെടുത്തും. ശരീരത്തിൽ മാറ്റം വരും. ഫിലിപ്പ് ലേഖനം 3:21 അനുസരിച്ച് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ശരീരത്തിൽ മാറ്റം വരും. പക്ഷെ കാതലായ വിഷയം എന്നറിയോ? അവനിൽ ഈ പ്രത്യാശ ഉള്ളവനെല്ലാം, 1 യോഹന്നാൻ 3:3, അവനിൽ ഈ പ്രത്യാശ ഉള്ളവനെല്ലാം അവൻ നിർമ്മലനാകുന്നത് പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. ഹലോ, ക്രൈസ്റ്റ് സെന്ററിലെ പാസ്റ്ററെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നിർമ്മലീകരിക്കുന്നെന്നല്ല പറയുന്നത്. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം, ഏത് പ്രത്യാശ? അവൻ വെളിപ്പെടുമ്പോ ഞാൻ അവൻ ഇരിക്കുന്നത് പോലെ കാണും, കണ്ടിട്ട് ഞാൻ അവനോട് സദൃശന്മാരാകും. ഈ പ്രത്യാശയുള്ളവനെല്ലാം അവിടെ ഒന്ന് നിർമ്മലനായിരിക്കുന്നത് പോലെ. അപ്പൊ എന്തിനാ ആത്മീക വർധനവ്? ആത്മീക വർധനവ് എന്തിനാണ്? പ്രവചിക്കാനാ? പ്രസംഗിക്കാനാ? ഒരു സഭ നടത്താനാ? ഒന്നുമല്ല. ആമേൻ. ഈ ഭൂമിയിൽ കർത്താവിനെ പോലെ ഒന്ന് ജീവിക്കാനാ. ശബ്ദം ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ ആത്മീക വർധനവിന്റെ സ്വഭാവമുണ്ട് കേട്ടോ. ആത്മീക വർധനയുടെ സ്വഭാവം ഞാൻ അവസാനിപ്പിക്കുക. ഒന്നത് കൃപയിൽ വളരുന്നതാണ്. 2 പത്രോസ് 3:18 എഴുതുന്നവർക്ക് വേണ്ടി പറയുക. അത് വിശ്വാസത്തിൽ വളരുന്നതാണ്. 2 തെസ്സലോനിക്ക ലേഖനം 1:3. അത് പരിജ്ഞാനത്തിൽ വളരുന്നതാണ്. 1 കൊരിന്ത്യർ 14:20. അത് സ്നേഹത്തിൽ വളരുന്നതാണ്. 1 തെസ്സലോനിക്ക ലേഖനം 3:12. അത് വിശുദ്ധിയിൽ വളരുന്നതാണ്.
2 കൊരിന്ത്യർ ലേഖനം 7:1. ആമേൻ. അത് വിശ്വസ്തതയിൽ വളരുന്നത്. യോഹന്നാൻ 15:16. ഹല്ലേലൂയ. അപ്പോഴേ ഞാൻ നിർത്തുക. അവരങ്ങനെ ചെയ്തോട്ടെ. എൻ്റെയും ചർച്ചിൽ 2 കൂട്ടരുണ്ട്. അവരത് ചെയ്യട്ടെ. പക്ഷെ നമ്മൾ ഇന്ന് പകലില് ഈ മീറ്റിങ്ങിന് ഇവിടെ ആശീർവാദം പറയാൻ തുടങ്ങുമ്പോൾ എത്ര പേര് പ്രാർത്ഥിക്കും? ഞാൻ വ്യത്യസ്തനായിരിക്കും. ഒന്ന് പ്രാർത്ഥിച്ച. കണ്ണുകളെല്ലാം ഒന്ന് അടച്ച് അധരങ്ങളെല്ലാം കർത്താവിന് മുൻപാകെ ഒന്ന് തുറന്നേ. വേഗം പ്രാർത്ഥിച്ചേ. നിങ്ങളോ പ്രിയരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. നിങ്ങളോ പ്രിയമുള്ളവരെ, ആമേൻ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തി. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ഒന്ന് പ്രാർത്ഥിച്ച്. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചേ. വേഗം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചേ. വേഗം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചേ.